അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ. അതാ കടിക്കാൻ വരുന്നു. ഇപ്പോൾ കൈ കാണിച്ച അല്ല എന്ത് കൊടുത്താലും കടിക്കാൻ വരും കേട്ടാ. ഇത് വാ നോക്ക്, അടുത്ത് വാ. ഇത് അക്വാറിയത്തിൽ മാത്രം കാണുന്ന ഒരു മീനാണ്, കടിക്കണ മീൻ. എന്ത് കൊടുത്താലും ഇത് വാ അതുകൊണ്ട് കടിക്കാൻ വരും. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കയ്യിൽ കടിക്കാൻ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ മലമ്പുഴയുള്ള അക്വാറിയം കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ് കേട്ടോ. റിനോവേഷൻ കഴിഞ്ഞാണ്. റിനോവേഷൻ കഴിഞ്ഞതാണല്ലേ. ബലൂണൊക്കെ തൂക്കിയിരിക്കുന്നത് ഓപ്പൺ ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാനും സൗം കൂടി അത് കാണാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അക്വാറിയത്തിൻ്റെ ഓപ്പണിംഗ് ടൈം വരുന്നത് ഉച്ചയ്ക്ക് 12 മണി മുതൽ 8 മണി വരെയാണ് കേട്ടോ. പിന്നെ ഹോളിഡേയ്സിലാകുമ്പോൾ 10 to 8 ഇല്ല സൗ. ടിക്കറ്റ് വലിയവർക്ക് 30, കുട്ടികൾക്ക് 20. അപ്പോൾ ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുക്കണമെങ്കിൽ ഓൺലി ക്യാഷ് മാത്രമേ അവർ സ്വീകരിക്കുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ കാണുന്ന ആ വലിയ മീൻ പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അതും ഒരു അക്വാറിയമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതിന് മുമ്പ് വേറെ മീനുകളുടെയൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് അതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരുപാട് തവണ നമ്മൾ മലമ്പുഴയ്ക്ക് വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നമ്മൾ അക്വാറിയത്തിലേക്ക് വരുന്നത് കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ വന്നതാണ്. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എന്തായാലും അതിനകത്ത് പോയിട്ട് കാണാൻ പോകണത്. അപ്പോൾ നമ്മൾ ആദ്യം പോണത് ഈ ഭാഗത്തുകൂടെയാണ് കേട്ടോ കേസ്. അപ്പോൾ നമ്മൾ കയറി പോകുമ്പോൾ തന്നെ എന്താ പറയുക, നമ്മുടെ അക്വാറിയത്തിൽ ഒരു അടിപൊളി മീനാണ് കേട്ടോ കേസ്. നല്ല കുസൃതി കാണിക്കുന്ന ഒരു നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു മീനിനെയാണ് നമ്മൾ ആദ്യം കാണുന്നത്. പിന്നെ നമ്മൾ തൊട്ടടുത്ത് തന്നെ നല്ല ഗോൾഡൻ കളറിൽ അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്ന കുറേ മീനുകൾ ഈ അക്വാറിയത്തിൽ നമുക്ക് കാണാൻ പറ്റിയിട്ട് കേസ്. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് തരം മീനുകൾ, അതിൻ്റെ പേരും അതിൻ്റെ ദേശവും അതിൻ്റെ എല്ലാം അവിടെ എഴുതി വെച്ചിട്ടും ഉണ്ടാവുന്നുണ്ട് കേസ്. അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് അതിൻ്റെ പേരുകളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ ഇതൊക്കെ നല്ല ഭംഗിയുണ്ട് കേസ്. ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, ഒരു കടലിനടിയിൽ പോയ പോലുള്ളൊരു ഫീലാണ് നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അപ്പോൾ അവിടെ പുറ്റുകളും മണലാരണ്യങ്ങളൊക്കെ ഉള്ള അതിൽ ഇങ്ങനെ മീനുകളിങ്ങനെ പാറി നടക്കുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ പാലക്കാട് മലമ്പുഴയിലുള്ള അക്വാറിയത്തിൽ പോവാത്തവരെന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാനുണ്ട് കേസ്. പിന്നെ മീനുകൾ മാത്രമല്ല, ആമയുണ്ട് കേസ്. ആമ ഇങ്ങനെ തല നീട്ടിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കണം. ഒന്ന് മാത്രമല്ല കേട്ടോ, നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്ക് 1-2 എണ്ണം അപ്പുറത്തപ്പുറത്തായിട്ട് അവിടെ കിടക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. തല ഇങ്ങനെ വെളിയിലിട്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ഫിഷ് ഭയങ്കര വ്യത്യസ്തമായൊരു ഫിഷായിരുന്നു കേട്ടോ കേസ്. നല്ല അതിൻ്റെ തലയുടെ ഭാഗത്ത് കണ്ടില്ലേ, അപ്പോൾ അതും ഒരു വെറൈറ്റി ആയിട്ട് തോന്നിയിട്ടാ. നല്ലൊരു രസമുണ്ട് അത് ഇങ്ങനെ കളിക്കുന്നത് കാണാൻ വേണ്ടിയിട്ട്. അതും രസമുണ്ട്. പിന്നെയും കുഞ്ഞു കുഞ്ഞു മീനുകളൊക്കെ ഉള്ള അക്വാറിയങ്ങളാണ് ഈ ഭാഗത്തൊക്കെ കാണുന്നത് കേട്ടോ. അതും നല്ല കാണേണ്ട കാഴ്ചയാണ്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നുണ്ട് കേസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. എന്തായാലും മീനുകളെയും ആമകളെയൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മലമ്പുഴയിലുള്ള അക്വാറിയത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ല രസകരമായ കാഴ്ചകളും ഒക്കെ കണ്ടിട്ട് നമുക്കിവിടെ എങ്ങനെ പോവാട്ടെ കേസ്. ചെറിയ ചെറിയ അക്വാറിയത്തിലാക്കി വെച്ചിരിക്കുന്ന, അതായത് നല്ല ഭംഗിയുള്ള മീനുകളാണ്. കണ്ടില്ലേ, ബ്ലൂ, നല്ല രീതിയിൽ ഗോൾഡ് ഫിഷൊക്കെ ഇവിടെ ഒരുപാട് നല്ല രീതിയിൽ ഓടിക്കളിക്കുന്നുണ്ടല്ലേ, നല്ല ഭംഗിയിൽ. അപ്പോൾ ഗൈസ്, ഇതിനകത്ത് നമ്മളെ മീനുകളെ കാണണ്ടെന്ന് ഒന്ന് പറയണം കേട്ടോ. അതുകൊണ്ട് ഇതിനകത്ത് നിങ്ങൾ മീനുകളെ കാണണ്ട ഗൈസ്. ഇതിൻ്റെ പേര് വന്നിട്ട് എന്താണ്, ഫ്രഷ് വാട്ടർ ഈൽ എന്നാണ് കേട്ടോ. ഫ്രഷ് വാട്ടർ ഈൽ. ഇതാ അവിടെ പോയി കിടക്കണുണ്ടോ, 3-4 എണ്ണം അവിടെ കിടക്കുന്നുണ്ട് കണ്ടല്ലേ. ഇപ്പോൾ ഇവിടെയും നല്ല മനോഹരമായിട്ടുള്ള മീനുകളാണ് കേട്ടോ ഇങ്ങനെ ഈ അക്വാറിയത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇല്ലതാവും നല്ല ഭംഗിയിലാണല്ലോ അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതെ 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 അതെ.
വലിയ മീനുണ്ടോ? അലിഗേറ്റർ ജാർ, അലിഗേറ്റർ. ചെറിയ ചെറിയ അക്വോറിയം ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അടിപൊളി. മലമ്പുഴ ഡാമിൻ്റെ ഒരു പിക്കാണ് ഇവിടെ വരച്ച് വെച്ചിരിക്കുന്നത്. ഡാം തൂണിനെ പോലും ഇവരൊരു അക്വോറിയം ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇവിടെ ഒരു തൂണാണ്, ആ തൂണിനെ പോലും നമ്മുടെ ഗ്ലാസ്സൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നത്. മീനുകൾ അത് നല്ല അടിപൊളി കാഴ്ചയാണ്. അപ്പോൾ നമ്മൾ പാലക്കാട് മലമ്പുഴയിലുള്ള അക്വോറിയം കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കാഴ്ചകളുണ്ട് കേട്ടോ കേസ്. ഇപ്പോൾ റിനോവേഷൻ കഴിഞ്ഞാണ്. മലമ്പുഴ ഡാമിൻ്റെ മലമ്പുഴ നമ്മുടെ ഉദ്യാനമൊക്കെ പണി നടക്കണമല്ലോ. അപ്പോൾ വരുന്നവരൊക്കെ ഈ അക്വോറിയൊക്കെ കാണാൻ വേണ്ടി ഒരുപാട് പേര് വരുന്നുണ്ട്. നല്ല രസമാണ്. ഒരുപാട് തരം വെറൈറ്റി ആയിട്ടുള്ള മീനുകൾ, ആമ എല്ലാം ഉള്ള അക്വോറിയങ്ങളുണ്ട് കേട്ടോ കേസ് ഇവിടെ. അപ്പോൾ മലമ്പുഴയ്ക്ക് വേണ്ടിയിട്ട് എന്തായാലും ഇവിടെ വിസിറ്റ് ചെയ്താൽ അടിപൊളിയാണ്. നല്ല കാഴ്ചകളാണ്. ഇനി അതിനകത്ത് മീനുകളില്ലേ? ആമ ഇവിടെ ആമകളുണ്ട്. ഭാഗത്തേക്ക് പോകും. അപ്പോൾ നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ മീനിനകത്തേക്ക് ഞങ്ങൾ വന്നിരിക്കേണ്ട കേസ്. അപ്പോൾ ഇവിടെ ഭയങ്കര സൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കാരണം ഇവിടെ ഒരുപാട് മീനുകൾ അക്വേറിയത്തിൽ വ്യത്യസ്തമായ മീനുകളെ നമുക്ക് കാണാനുണ്ട്. പിന്നെ അത് ഫുള്ള് AC ആണ് കേസ്. ഇതിനകത്ത് ഫുള്ള് AC ആണ്. അപ്പോൾ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളൊരു മീനാണ് കേട്ടോ. അതാ കടിക്കാൻ വരുന്നത്. ഇപ്പോൾ കൈ കാണിച്ചാ അല്ല, എന്ത് കൊടുത്താലും കടിക്കാൻ വരും കേട്ടാ. ഇത് നോക്ക്, അടുത്ത് വാ. ഇത് അക്വേറിയത്തിൽ മാത്രം കാണുന്ന ഒരു മീനാണ്, കടിക്കണ മീൻ. എന്ത് കൊടുത്താലും അത് അതുകൊണ്ട് കടിക്കാൻ വരും. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൈന് കടിക്കാൻ വരും അല്ല.